നന്ദേട്ടാ, എണീറ്റേ. ഓഫീസിൽ പോണ്ടേ? എണീക്ക്. പോയി പാറു, കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. അയ്യടാ, ഇനി നേരം വൈകിയെന്ന് എന്നോട് പറയാൻ വരരുത് കേട്ടോ. സമയം എത്രയായി? 7 മണി. അയ്യോ, അതല്ല ഞാനീ വിളിക്കുന്നത്. ഇത് ദേവാനന്ദ്, ഭാര്യ പാർവതിയും. ദേവാനന്ദ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കാണ്. പാറു ഒരു നൃത്ത അധ്യാപികയാണ്. തൊട്ടടുത്ത് തന്നെ കുറച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. നന്ദന് അച്ഛനും അമ്മയും ഒരു അനിയത്തിയുമാണുള്ളത്. പാറു അവർക്ക് സ്വന്തം മകളെ പോലെയാണ്. സന്തോഷമായി ജീവിക്കുന്ന കുടുംബം. നന്ദേട്ടാ, വൈകിട്ട് നേരത്തെ വരണേ. അമ്പലത്തിൽ പോവാനാ. ഓക്കെ. ഏട്ടാ, എനിക്ക് കുറച്ച് ബുക്സ് വാങ്ങിത്തരുമോ? അനിയത്തി താരയാണ്. തരാലോ. അവൾ +2 പഠിക്കുന്നു. എല്ലാവർക്കും ജീവനാണ് നന്ദനെ. നന്ദന് അവന്റെ കുടുംബത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ആ ഇടയ്ക്കാണ് നന്ദന്റെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ കിട്ടി മീന എന്ന പെൺകുട്ടി വരുന്നത്. നന്ദന്റെ പഴയ കോളേജ് മേറ്റാണ്. അവൻ അവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അവൾ ഒരു ഡിവോഴ്സിയാണെന്നും ഇപ്പോൾ ഇവിടെ അടുത്ത് പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുകയാണെന്നും പറഞ്ഞു. പഴയ സൗഹൃദം തിരികെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു നന്ദൻ. അവൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അത് പറയുകയും ചെയ്തു. ഒരു ദിവസം ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂട്ടോ നന്ദ, അമ്മ പറഞ്ഞു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് പാറു പുറത്തേക്ക് വന്നത്. സാരിയൊക്കെ ഉടുത്ത് മീന കാറിൽ നിന്നും ഇറങ്ങി. ഹായ്, ഞാൻ മീന, നന്ദന്റെ ഫ്രണ്ടാണ്. ഹാ, നന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കയറി വരൂ. പാറു അവരെ അകത്തേക്ക് വിളിച്ചു. നന്ദൻ പുറത്തേക്ക് വന്നു. സർപ്രൈസ് ആയല്ലോടോ, അവൻ പറഞ്ഞു. അമ്മ അവൾക്ക് ചായ കൊടുത്തു. സംസാരിക്കുന്ന സമയത്തെല്ലാം മീന നന്ദന്റെ കൈകളിൽ പിടിക്കുന്നത് അവൻ വല്ലാതെ ശ്രദ്ധിച്ചില്ലെങ്കിലും പാറു ശ്രദ്ധിച്ചിരുന്നു. ഒരു ഇഷ്ടക്കേട് അവൾക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മീന പോയി. പാറു തന്റെ ഉള്ളിലുള്ള കാര്യം നന്ദനോട് തുറന്നു പറഞ്ഞു. അവൻ അത് കാര്യമാക്കിയില്ല. ദിവസങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങി. ഓഫീസിലുള്ള എല്ലാവരുമായും മീന നന്നായി അടുത്തു. നന്ദൻ അവൾക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. ഒരു ദിവസം ബാങ്കിൽ വെച്ച് മീനയ്ക്ക് വയ്യാതായി. നന്ദൻ ചോദിച്ചപ്പോൾ പനിയാണെന്നും അതിൻ്റെ ആണെന്നും അവൾ പറഞ്ഞു. എന്നാൽ നന്ദന്റെ നിർബന്ധത്തിൽ അവൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. നന്ദനാണ് കൂടെ പോയത്. മീനയെ കുറച്ച് സമയം ഡ്രിപ്പ് ഇട്ട് കിടത്തി. ആ സമയത്താണ് പാറു നന്ദനെ വിളിച്ചത്. വീട്ടിലെത്തിയിട്ട് പറയാമെന്ന് കരുതി നന്ദൻ ഹോസ്പിറ്റലിലാണെന്ന കാര്യം അവളോട് പറഞ്ഞില്ല. തിരക്കാണെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എന്നാൽ അച്ഛനുള്ള മരുന്ന് വാങ്ങാൻ പാറു ആ ഹോസ്പിറ്റലിലെത്തി. മരുന്ന് വാങ്ങി വരുമ്പോൾ അവൾ അവിടെ വെച്ച് നന്ദനെ കണ്ടു. അവനും ഒരു നിമിഷം ഞെട്ടി. നന്ദേട്ടൻ എന്താ ഇവിടെ? നേരത്തെ വിളിച്ചപ്പോഴും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പാറു, വീട്ടിൽ വന്നിട്ട് പറയാ കരുതി. മീനയ്ക്ക് പനി, ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണല്ലേ നന്ദേട്ടൻ്റെ തിരക്ക്. പാറു, അവൻ പറയാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ വാക്കുകൾ അവൾ കേൾക്കാൻ നിന്നില്ല. നന്ദൻ ആകെ വിഷമത്തിലായി. മീനയെ വീട്ടിലാക്കി തിരിച്ചെത്തുമ്പോൾ വൈകിയിരുന്നു. പാറു അവന് മുഖം കൊടുത്തില്ല. രാത്രി കിടക്കുമ്പോഴും അവൾ അവനോട് സംസാരിച്ചില്ല. പാറു, നോക്ക്, സത്യമായിട്ട് ഇവിടെ വന്നിട്ട് പറയാമെന്നേ കരുതിയുള്ളൂ. നീ എന്നോട് മിണ്ടടി. അവൾ അവനെ നോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനെ വേദനിപ്പിച്ചു. നന്ദേട്ടൻ എൻ്റെയാ. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് പേടിയാ. പാറു, നോക്ക്, മീന എൻ്റെ നല്ലൊരു സുഹൃത്താണ്. വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. ആ രാത്രി അവർ അവരുടെ പരിഭവങ്ങളെല്ലാം പൂർണ്ണമായും പറഞ്ഞു തീർത്തു. എന്നാൽ മീനയുടെ മനസ്സിൽ നന്ദനോട് ഒരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. അവൾ അവനോട് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നു. ചില ദിവസങ്ങളിൽ അവൾ നന്ദന്റെ വീട്ടിലെത്തി. പരിധിയിൽ കൂടുതൽ അവൾ നന്ദനോട് അടുപ്പം കാണിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും താരയ്ക്കും ഒന്നും ഇഷ്ടമാകുന്നില്ലായിരുന്നു. അങ്ങനെ നന്ദന്റെയും പാറുവിൻ്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി വന്നെത്തി. നന്ദനെ സർപ്രൈസ് ഒരുക്കാൻ പാറുവിനൊപ്പം താരയും കൂടി. ഭക്ഷണം ഒരുക്കി കേക്കും റെഡിയാക്കി നന്ദനായി അവർ കാത്തിരുന്നു. ഈ സമയം നന്ദൻ മീനയുടെ വീട്ടിലായിരുന്നു. തൻ്റെ പിറന്നാളാണെന്നും കൂടെ ആരും ഇല്ലാത്തതിനാൽ നന്ദനെങ്കിലും ഉണ്ടാവണമെന്നും പറഞ്ഞ് അവൾ അവനെ നിർബന്ധിച്ചു കൊണ്ടുപോയി. കേക്ക് മുറിച്ചു കഴിഞ്ഞ് മീന ഓർഡർ ചെയ്ത ഭക്ഷണവും കഴിച്ചാണ് നന്ദൻ അവിടെ നിന്നും ഇറങ്ങിയത്. വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ കാര്യം അവൻ ശരിക്കും മറന്നിരുന്നു. ഈ സമയം വീട്ടിൽ എല്ലാവരും അവനെ കാത്തിരുന്നു മടുത്തു. അപ്പോഴാണ് താര അങ്ങോട്ട് വന്നത്. ചേച്ചി, ഇങ്ങോട്ട് നോക്ക്, മീന ചേച്ചി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. പിറന്നാൾ എന്നും ഒരു ലവ് സിമ്പലും ഉൾപ്പെടുത്തി നന്ദനുമൊത്തുള്ള ഫോട്ടോ. പാറു ആകെ തകർന്നു. അച്ഛനും അമ്മയും എല്ലാം ആകെ വല്ലാതായി. അവർക്ക് നന്ദനോട് ദേഷ്യം തോന്നി. നന്ദൻ വീട്ടിലെത്തി. അകത്ത് കയറി. അകത്തെ അലങ്കാരങ്ങൾ കണ്ട് അവൻ ആകെ ഞെട്ടി. അച്ഛനും അമ്മയും താരയും പുറത്തു വന്നു. എന്താ അമ്മേ ഇതൊക്കെ? അവൻ ചോദിച്ചു. അവർ അവന് മുഖം അടച്ചൊന്നു കൊടുത്തു. അമ്മേ, അവൻ വേദനയോടെ വിളിച്ചു. സ്വന്തം വിവാഹ വാർഷികം അറിയാത്ത ഒരുത്തൻ, എന്നിട്ട് മറ്റൊരുത്തിയോടൊപ്പം ആഘോഷിച്ചു വന്നിരിക്കുന്നു. അവൻ ആകെ ഞെട്ടിത്തെറിച്ചു. ഒരു പെണ്ണുണ്ടകത്ത്. നിനക്ക് വേണ്ടത് ഒരുക്കി വെച്ച് പച്ചവെള്ളം കുടിക്കാതെ നിനക്കായി കാത്തിരിക്കുന്നവള്. എൻ്റെ പൊന്നുമോൻ എന്തായാലും കഴിച്ചു കാണുമെന്ന് കരുതുന്നു. ഓർത്തോ, ചിലത് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അച്ഛനും അമ്മയും റൂമിലേക്ക് പോയി. കൊള്ളാമേട്ടാ, ചേച്ചിക്ക് കൊടുത്ത സമ്മാനം. മീന ചേച്ചി ഇട്ടിരുന്നു FB-യിൽ, പിറന്നാൾ വിത്ത് ലവ് എന്ന്. ആകെ തകർന്ന ആ പാവം പോയത്. താരയും അവനെ കുറ്റപ്പെടുത്തി. നന്ദൻ ആകെ തകർന്നു. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പാറു സാരി മടക്കി വെക്കുകയാണ്.
പാറു, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നന്ദേട്ടൻ വന്നോ? ഞാൻ ചായ എടുക്കാട്ടോ. അവൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. അവൻ അവൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പാറു മോളെ, ക്ഷമിക്കടി. അവൾ അവൾ തനിച്ചാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ലാതെ. സോറി. അവൻ്റെ വാക്കുകൾ ഇടറി. അവൾ അവനെ ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചു. ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. അവളുടെ ആ മൗനമാണ് നന്ദനെ ഏറെ തകർത്തത്. ആ ദിവസത്തിന് ശേഷം പാറു നന്ദനിൽ നിന്നും വല്ലാതെ അകന്നു. അവരൊന്നിച്ചുള്ള നല്ല നിമിഷങ്ങൾ ഇല്ലാതായി. അവൾ നൃത്തത്തിലേക്ക് മാത്രം ഒതുങ്ങി. അച്ഛനും അമ്മയും താരയും അവനോടകന്നു. അവൻ്റെ ജീവനായ കുടുംബത്തിൻ്റെ മാറ്റം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ മീനയെ അവഗണിക്കാൻ തുടങ്ങി. അവൻ്റെ മാറ്റം അവളെയും വേദനിപ്പിച്ചു. ഒരിക്കൽ മീനയ്ക്ക് ലീവുള്ള ഒരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ നന്ദൻ്റെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. മീനയാണ്. ആദ്യമൊന്നും അവൻ ഫോൺ എടുത്തില്ല. എന്നാൽ അവസാനം അവൻ കോൾ എടുത്തു. എന്താ മീന? നന്ദ പ്ലീസ്, എനിക്ക് വയ്യ, തല കറങ്ങുന്നു. എനിക്ക് വിളിക്കാൻ ആരും ഇല്ലാത്തോണ്ടാ. പ്ലീസ്, തീരെ വയ്യ. അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചെങ്കിലും വയ്യാതെ വിളിക്കുകയല്ലേ എന്ന ഓർമ്മയിൽ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ സമയമെല്ലാം വീട്ടിൽ നിന്നുള്ള കോൾ നന്ദൻ കണ്ടിരുന്നില്ല. പാറു ഒന്ന് തെന്നി വീണു, കാലിന് പരിക്കുണ്ട്. അവനെ കിട്ടാത്തത് കാരണം അവളെയും കൊണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലെത്തി. അവിടെ വെച്ച് അവർ നന്ദനെ കണ്ടു. തെറ്റു ചെയ്യാതെ താൻ വീണ്ടും വീണ്ടും തെറ്റുകാരനാകുന്നത് അവനെ തകർത്തു. ഓ, അപ്പൊ ഇതാണല്ലേ നിന്നെ വിളിച്ചാൽ കിട്ടാത്തത്? സ്വന്തം ഭാര്യയേക്കാൾ വലുതാണല്ലേ അവൾ നിനക്ക്? അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. അവൻ പാറുവിനെ നോക്കി. കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് ഉറക്കെ പറയാൻ തോന്നി. ആ ദിവസത്തിന് ശേഷം ഒരു നാൾ പാറു അവൻ്റെ അരികിലെത്തി. നന്ദേട്ടാ, ഞാൻ പോവാണ്. അവൻ ഞെട്ടി അവളെ നോക്കി. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. നന്ദേട്ട പറഞ്ഞാൽ മതി. പാറു, എന്താ നീ ചെയ്യണേ? വേണ്ട നന്ദേട്ടാ. മീന, ആ കുട്ടിയാണ് നന്ദേട്ടന് ചേരുന്നത്. ഞാനാണ് പോകേണ്ടത്. ഭ്രാന്താണോ പാറു നിനക്ക്? ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട നന്ദേട്ടാ. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഞാൻ ഗർഭിണിയാണ്. അവൻ ആകെ ഷോക്കായി. കുറച്ച് ദിവസമായി പറയണമെന്ന് കരുതിയിരിക്കുകയാണ്. പേടിക്കണ്ട, ഞാനോ ഈ കുഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവില്ല. നന്ദൻ ശരിക്കും തകർന്നു. ആ സമയത്താണ് മീന അങ്ങോട്ട് വന്നത്. ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത്, പാറു പറഞ്ഞു. മീന അകത്തേക്ക് വന്നു. പാറു അവളോട് സംസാരിച്ചുകൊണ്ട് നന്ദനെ നോക്കി. അച്ഛനും അമ്മയുമെല്ലാം ആകെ അസ്വസ്ഥരാണ്. പാറു ബാഗ് എടുത്ത് മുന്നോട്ട് നടന്നു. ഒരു നിമിഷം, നന്ദൻ പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. എനിക്കൊരു ചോദ്യം മീനയോട് ചോദിക്കാനുണ്ട്. എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഹൃത്ത് എന്നതിൽ കവിഞ്ഞ് ഒരു അടുപ്പം നിന്നോടുണ്ടായിരുന്നു? മീന ഞെട്ടി അവനെ നോക്കി. പറയാൻ ഇല്ല. നിനക്ക് എന്നെ ഇഷ്ടമാണോ? അതെ, അവൾ പറഞ്ഞു. അവളുടെ കവിൾ പുകച്ചൊന്നു കൊടുത്തു നന്ദൻ. തെറ്റുപറ്റിയത് എനിക്കാ. നിന്നെ മനസ്സിലാക്കാൻ വൈകി. ഈ നിൽക്കുന്നവളല്ലാതെ മറ്റൊരുത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഇറങ്ങണ ഇവിടെ നിന്ന്. ഇനി എൻ്റെ ജീവിതത്തിൽ കാണരുത് നിന്നെ. മീന ആകെ നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങി. അവൻ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് എന്നെ ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ പാറു? നിന്നെ മറന്ന് ഞാൻ. അവന് വാക്കുകൾ കിട്ടിയില്ല. പാറു നന്ദനെ കെട്ടിപ്പിടിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ ചിലർ സ്വയം അറിയാതെ തന്നെ തെറ്റുകാരായി മാറുന്നു. നന്ദനും സംഭവിച്ചത് അതാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.